ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ലെവൽസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു. യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോയിലായിട്ട് തന്നെ ആയിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, അതേപോലെ ഇന്ന് എനിക്ക് വന്നിരിക്കുന്ന എൻട്രി മോഡൽ, അതിൻ്റെ ലോജിക്കും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നലെ പറഞ്ഞ ലെവൽസിലെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമായിരുന്നു, മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്നുള്ള ഈ ഒരു പുഷിനെ വാലിഡ് ആക്കണമെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നെ നമുക്ക് തരണം. അതേപോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇന്ന് നമുക്കൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് മാർക്കറ്റ് തന്നു. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു പുഷിന്റെ പുഷിലോട്ട് തന്നെ മാർക്കറ്റ് പോകുന്നു എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ എനിക്ക് വന്ന സമയത്തായിരുന്നു ഞാൻ എന്ത് ചെയ്തത്, അപ്സൈഡിലോട്ട് ഒരു എൻട്രി എടുത്തത്. ഓൾമോസ്റ്റ് ഒരു 24,000 പ്രീമിയം ആയിരുന്നു ഞാൻ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത്. ഓൾമോസ്റ്റ് ഒരു 127 ആയിരുന്നു ആ പ്രീമിയത്തിന്. ഓൾമോസ്റ്റ് അതൊരു 100+ പോയിന്റ്സ് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ നല്ല രീതിയിലേക്കുള്ള ഒരു ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് ആയിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയത്. ലോജിക്ക് വളരെ സിമ്പിൾ ആയിരുന്നു. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഉണ്ടാക്കിയ പുഷിനെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ആയപ്പോൾ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, വാലിഡ് ചെയ്തു. അവിടെ നിന്നിട്ട് ഒരു സ്വിങ്ങിന്റെ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വന്ന സമയത്ത് അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ നമ്മൾ അപ്സൈഡിലോട്ടുള്ള ഒരു എൻട്രി എടുത്തു. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ ഡ്രോ ചെയ്യാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഞാനിവിടെ ഡ്രോ ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്ത് കഴിയുമ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, മാക്സിമം കംപ്ലീറ്റ് ഇത്രയും പോയിന്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അതിന് ഉള്ളിൽ ഏതെങ്കിലും ഒരു ലെവൽ ഞാൻ പ്രീവിയസ്ലി മാർക്ക് ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് വന്നൊരു ഏരിയ ആയിട്ടായിരുന്നു 24,053 എന്ന് പറഞ്ഞ ലെവലിനെ ഞാൻ മാർക്ക് ചെയ്തു. പിന്നെ ഈ ഒരു ലെവൽ വരെ ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. പിന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫർദർ ഒരു നല്ല പുഷ് മാർക്കറ്റ് തരും എന്നുള്ള എക്സ്പെക്ടേഷനിൽ ഓൾമോസ്റ്റ് ഈ ഒരു 120 പോയിന്റ്സിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 170 പോയിന്റ്സ് വരെയൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഇത്രയും ലെവൽസാണ്. ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യുന്ന ലെവൽ ഈ ഒരു ലെവലാണ്. ആ ഒരു ലെവൽ എന്ന് പറയുന്നത് 24,099 എന്ന് പറഞ്ഞ ലെവലും അതിനോടൊപ്പം തന്നെ വാച്ച് ചെയ്യുന്ന ഒരു ലെവലാണ് 24,063 എന്ന് പറയുന്ന ലെവലും. ഫർദർ മാർക്കറ്റ് ഈ ഒരു ലെവൽ ടേക്ക് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് ഫർദർ ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഫോർമേഷനുള്ള നല്ല ബുള്ളിഷ് ക്യാൻഡിൽസോ, അല്ലെങ്കിൽ നല്ല വോളിയമോട് കൂടിയതോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി ചെയ്യുന്ന രീതിയിൽ ഫോർമേഷൻ ചെയ്യുന്ന ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഫർദർ ഈ ഒരു ലെവലിലോട്ടും ഈ ഒരു ലെവൽ മാർക്കറ്റിന് ടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 24,190, ആ ഒരു ലെവൽ മാർക്കറ്റിന് ടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലും ഈ ഒരു ലെവൽ ക്രൂഷ്യലായിട്ട് നോക്കണം. ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കാം ലാസ്റ്റ് സെല്ലിങ് കാണിക്കാൻ ഇനിയും പ്രോബബിലിറ്റി ഉള്ളത്. ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫർദർ അപ്സൈഡിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇല്ല, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് ഫെയിൽ ആവുകയാണെങ്കിൽ മാർക്കറ്റ് മോസ്റ്റ്ലി ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ നേരത്തെ പറഞ്ഞ അതേ സെയിം സെനാറിയോ ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത് ഈ ഒരു ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അല്ല, ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റ് കാണിക്കുന്നതെങ്കിൽ ഫർദർ ഡൗൺ സൈഡിലോട്ട് വന്നതിന് ശേഷം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പ്രോബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലെവൽസ് മാത്രമാണ് നമ്മൾ നാളെ നോക്കുന്നത്. ജസ്റ്റ് ലെവൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ലെവലായിട്ട് 24,190, അതിന് താഴെയായിട്ട് 24,098, അതിന് താഴെയായിട്ട് 24,064, അതിന് താഴെയായിട്ട് 24,000 എന്ന് പറഞ്ഞ ലെവലും ഏറ്റവും മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽ 24,300 എന്ന് പറയുന്ന ലെവലും കൂടിയാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.